നമസ്കാരം ചങ്ങായിമാരെ, ഇത് നമ്മുടെ കമ്പിൽ കുറുവൻതെരു ശ്രീ മഹാഗണപതി മണ്ഡപമാണ്. അവിടുത്തെ നിറമാലയും ശാസ്ത്രാഭിഷേകവും ഏപ്രിൽ 25-ാം തീയതി സമാപന ദിവസം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മ അവിടെ ഇരുന്ന് വേദങ്ങൾ ചൊല്ലിയായിരുന്നു. നിറമാലയുടെ ഭാഗമായി രാവിലെ 6:30 കലശാട്ടും അത് കഴിഞ്ഞ് 7 മണിക്ക് ഗണപതി ഹോമവും നവകപൂജയൊക്കെ ആയിരുന്നു. അതുപോലെ ശാസ്ത്രാഭിഷേകത്തിൻ്റെയും പകൽവിളക്കിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഗണപതിക്ക് തേങ്ങ ഉടക്കൽ ചടങ്ങ്. അതിനായുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഒരുക്കങ്ങൾ നടക്കുന്നു. നിറമാല കൂടാൻ വരുന്ന ഭക്തന്മാർക്ക് അതികഠിനമായ ചൂടിൽ നിന്നൊരു മോചനത്തിനായി സംഭാരമൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പകൽവിളക്കിൻ്റെ ആ ഒരു കൊട്ടും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അഭിഷേകത്തിന് ശേഷം അന്നദാനത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. നല്ല സാമ്പാറും അച്ചാറും അവിയലും കൂട്ടേറിയും കൂടെ നല്ല പായസവും പപ്പടമൊക്കെ ആയിട്ട് ഗംഭീര സദ്യ. ഗണപതിക്ക് തേങ്ങയുടേക്കലിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. മുൻവർഷത്തെ പോലെ തന്നെ മനോജിനായിരുന്നു ഈ വർഷത്തെയും ഗണപതിക്ക് തേങ്ങയുടക്കൽ കർമ്മത്തിനായുള്ള ഭാഗ്യമുണ്ടായത്. ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളുടെ അകമ്പടിയോടെ ഈ ഒരു തേങ്ങയുടക്കൽ കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു ചടങ്ങ് വീക്ഷിക്കുന്നതിനായി പ്രാർത്ഥനയോടെ ഒരുപാട് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെണ്ടമേളത്തിൻ്റെ താളത്തിനൊത്തായിരുന്നു ഈ ഒരു തേങ്ങയുടക്കലിൻ്റെ വേഗത. ഒടുവിൽ ആ കർമ്മത്തിന് സമാപനം. ഈ ഒരു തേങ്ങയുടക്കൽ കർമ്മത്തിന് ശേഷം തുലാഭാരം തൂക്കലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീ ഭൂതബലി എഴുന്നള്ളത്തുത്സവമായിരുന്നു. ഈ ഒരു ഗണപതി മണ്ഡപത്തിൻ്റെ വാദ്യസംഘം അവതരിപ്പിച്ച തായമ്പയ്ക്ക് ശേഷം പാലക്കാട് ഭൈരവിയുടെ ഭജൻസ് കാണുവാൻ തിങ്ങിക്കൂടി ആളുകളായി കാണുന്നത്. പുലർച്ചെ 3:30 ചുറ്റുവേലയോടുകൂടി ഈ ഒരു നിറമാലയ്ക്ക് സമാപനം. രാവിലെ ഇവിടെ വന്നപ്പോൾ ആളും ഉത്സവം ഒഴിഞ്ഞ ആ ഒരു ഗണപതി മണ്ഡപം.